Yes. You, Lord. In Jesus' name we pray. Amen. Amen. സന്തോഷമുള്ള എല്ലാവരും കരപറ്റി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ I want to invite Rebecca to come forward and share the word of God. നമുക്ക് എല്ലാവരും പ്രാർത്ഥനയായിരിക്കാം. Praise the Lord in the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. This month we've been focusing on protecting holiness by seeking God's strength. ഈ മാസം നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിശുദ്ധിയെ തികപ്പാൻ ദൈവശക്തി ഏറ്റെടുത്ത് മുന്നേറുക എന്നുള്ളതാണ്. Living a holy life is not just about avoiding what's wrong. It's about staying faithful when the pressure is heavy and standing firm when no one else will. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി വിശുദ്ധിയോട് ജീവിക്കുക എന്ന് പറയുന്നത് കേവലം നാവുകൊണ്ട് പറഞ്ഞ് ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ജീവിതത്തിൽ എല്ലാം പ്രതികൂലമാകുമ്പോഴും വിശ്വസ്തമായി നിന്ന് വിശ്വസ്തരായി നിന്ന് നാവിൽ നിന്ന് ബലമേറ്റെടുത്ത് അവന്റെ വചനത്തിന്റെ പാതയിൽ നടക്കുക എന്നുള്ളതാണ്. That kind of life requires more than discipline. It requires strength from above. And it's not about us being strong enough. It's about us learning to depend on the one who is. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ജീവിതത്തിൽ ചിട്ട കൊണ്ട് മാത്രം കഴിയില്ല. അനേകം വിചാരിക്കും ഞാൻ ചിട്ടയായി ഡിസിപ്ലിൻ ആക്കിയാല് ജീവിതത്തിൽ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന്. ഇല്ല, കഴിയില്ല. നമ്മുടെ ബലമല്ല അതിനാവശ്യം കർത്താവെ നിലനിൽക്കാൻ. നമ്മുടെ ബലം കൊണ്ട് യാതൊന്നും കൂട്ടാൻ കഴിയില്ല. അവിടെ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ബലത്തിലേക്കൊന്ന് ടാപ്പ് ഇൻ ചെയ്യാൻ, എന്നിട്ട് ആ ബലം ഏറ്റെടുത്ത് ദൈവത്തിന്റെ വിശുദ്ധിയിൽ നടക്കാൻ നമ്മെ തന്നെ ശക്തീകരിച്ച് അവന്റെ പാതയിൽ നടക്കുക. അത് മാത്രമേ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ നിലനിൽക്കാൻ സ്വന്തം നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇന്ന് പകല് അതിനുള്ള ബന്ധത്തിൽ നെഹമ്യ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് പേഴ്സണെ കുറിച്ച് നിങ്ങളുമായി ഒന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ബലത്തില് അവൻ സ്വന്തം ചെയ്യുന്നു. വിശുദ്ധിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിന്ന അവൻ നെഹമ്യ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് പോകാം. Nehemiah wasn't a spiritual superstar. He didn't perform miracles. He didn't lead a nation like Moses or write songs like David. He was just a government official, a cupbearer to a foreign king. പ്രിയമുള്ളവരെ, മറ്റുള്ള ബൈബിളിലെ കഥാപാത്രങ്ങളെ പോലെ ക്യാരക്ടേഴ്സിനെ പോലെ നെഹമ്യാവ് ഭയങ്കര സൂപ്പർ ആളൊന്നും ആയിരുന്നില്ല. രാജാവായിരുന്നില്ല, പ്രവാചകനായിരുന്നില്ല, വലിയ കാര്യങ്ങളൊന്നും ലീഡ് ചെയ്തിരുന്നില്ല, പുരോഹിതനായിരുന്നില്ല, പ്രത്യേക കഴിവോ അത്ഭുതങ്ങളോ ഒന്നും ചെയ്തവനായിരുന്നില്ല. താൻ പ്രവാസത്തിലായിരുന്ന എക്സൈലായിരുന്ന കാലത്ത് അവിടെ രാജാവിന്റെ കൊട്ടാരത്തിൽ ആ രാജാവിന് പാനപാത്രം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ മാത്രമായിരുന്നു നെഹമ്യാവ്. അല്ലാതെ വലിയ പേരുകേട്ട പദവികളോ വലിയ കാര്യങ്ങളോ ഒന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. That means he had access to the king, but it also meant that he was living far from his people and far from Jerusalem, the city that represented God's presence and identity for Israel. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം താൻ പ്രവാസത്തിനാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവം തെരഞ്ഞെടുത്തത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തെരഞ്ഞെടുത്ത നഗരം എന്ന് പറഞ്ഞ യെരുശലേമാണ്. യെരുശലേമിൽ നിന്ന് വളരെ വിദൂരതയിൽ ഒരു അടിമയെ പോലെ കൊണ്ടുപോകപ്പെട്ട് ആ പ്രവിശ്യയിൽ ആ മേദ്യപർസ്യ സാമ്രാജ്യത്തില് ഒരു രാജാവിന്റെ പാനപാത്രവാഹനായി അവൻ സേവനമനുഷ്ഠിക്കുമ്പോൾ ഓർക്കണം, സ്വന്തം നാട്ടിൽ നിന്ന് വളരെ ദൂരെ, സ്വന്തം ആരാധനാലയത്തിൽ നിന്ന് വളരെ ദൂരെ, സ്വന്തം ജനങ്ങളിൽ നിന്ന് വളരെ ദൂരെ, അവൻ സ്നേഹിക്കുന്ന അവന്റെ ആരാധന സ്ഥലത്ത് നിന്ന് വളരെ ഏറെ ദൂരെ, വളരെ അകലിച്ചയിൽ അവൻ സ്വന്തം ആയിരുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. എന്താണ് നെഹമ്യാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവാലയത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ വേലയെക്കുറിച്ചുള്ള വലിയ എരിവ്, വലിയ സ്നേഹം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കാം, എനിക്ക് ആ എരിവുണ്ടോ? എനിക്ക് ആ ഫെർവറൻസി ഉണ്ടോ? നോക്കൂ, നീ ഏത് ജോലി തന്നെ ആകാം, എത്ര ഹയസ്റ്റ് പൊസിഷനിലാകാം, വേണേ പ്രസിഡന്റ് ട്രംപിന്റെ കൗൺസിലിംഗ് സ്വന്തം ടീമിലെ അംഗമാകാം, അതുകൊണ്ട് കാര്യമില്ല. നോക്കൂ, രാജാവ് അന്ന് ആ രാജ്യം ലോകം ഭരിക്കുന്ന മേദ്യപാർസ്യ സാമ്രാജ്യത്തിലെ ഒരു സമ്രാട്ടിന്റെ തൊട്ടടുത്ത് തനിക്ക് അവൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് വീഞ്ഞ് രാജാവിന് കൊടുക്കുന്നത്. അത്ര ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാകാം. എന്തെല്ലാം പദവി ഉണ്ടെങ്കിലും ചങ്കിനകത്ത് ദൈവത്തിന് വേണ്ടി എരിവില്ലെങ്കിൽ, ബൈബിൾ പറയുന്ന മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. പക്ഷെ നെഹമ്യാവിന്റെ പ്രത്യേകത, അവന്റെ ചങ്ക് യെരുശലേമിനെ കുറിച്ച് എരിഞ്ഞു. ദൈവത്തെക്കുറിച്ചും ദൈവനാമത്തെക്കുറിച്ചും അവൻ എപ്പോഴും ഒരു കത്തലുണ്ടായിരുന്നു.
One day Nehemiah gets word from his brother that Jerusalem's walls are still broken down and people living there are being treated badly, vulnerable and discouraged. Upon hearing that news, it troubles them. നോക്കൂ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ പാർക്കുന്ന രാജധാനിയിലേക്ക് തന്റെ ഒരു സുഹൃത്ത് തന്റെ നാട്ടിൽ നിന്ന് കടന്നു വരാനിടയായി യെരൂശലേമിനെ കുറിച്ചുള്ള അവസ്ഥകൾ ഹനാനി അവനോട് വന്ന് പറഞ്ഞു. ആകപ്പാടെ ആലയമെല്ലാം തകർന്നു കിടക്കുക. അതിനെക്കുറിച്ച് അവന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. മതിലെല്ലാം തീവച്ച് ചുറ്റുകിടക്കുക, ഇടിഞ്ഞു പൊളഞ്ഞു കിടക്കുക. അത് കേട്ടപ്പോൾ എന്റെ കാര്യം സുരക്ഷിതമാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വോത്രം ചെയ്ത് അലിയോ പാടി പോവുകയല്ല, അവന്റെ ചങ്കു പെടയാൻ തുടങ്ങി. പലപ്പോഴും പ്രിയമുള്ളവരെ, അവൻ ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടന്നാലും അവൻ എന്റെ കാര്യം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഓടുന്നവരില്ലേ നമ്മളെല്ലാം. നമ്മൾ നോക്കുന്നത് എന്റെ ഫാമിലി സെക്യൂർ ആണോ, എന്റെ കുഞ്ഞുങ്ങൾ സെക്യൂർ ആണോ, അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആണോ. ആലയത്തിൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മാക്കളുണ്ടോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമോ, ദൈവാലയത്തിന്റെ വേലകൾക്ക് വേണ്ടി ഒരു കൊതിയോ നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴെങ്കിലും വ്യാപരിക്കാറുണ്ടോ? അവൻ നെഹമ്യാം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അവനെല്ലാം സെക്യൂറാ, അവന്റെ ജീവിതം സെക്യൂറാ, ജോബ് സെക്യൂറാ. ആലയത്തെ കുറിച്ച് ഹനാനി ഫ്രണ്ട് വന്ന് പറഞ്ഞപ്പോൾ വർക്ക് ഓഫ് ലോഡ് കംപ്ലീറ്റ്ലി അവൻ ഒബ്ലിറ്ററേറ്റഡ് ആയിട്ട് കിടക്കുന്നു, തകർന്നു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ എങ്ങനെ ഇരിക്കാൻ തുടങ്ങി, അവൻ തകരാൻ തുടങ്ങി. അവന്റെ പീസ് അവനെ വിട്ടു പോയി. ഇന്ന് പകൽക്കാലം എങ്ങനെയുണ്ട് ഒന്ന് ചലഞ്ച് ചെയ്യാം. നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്റെ കർത്താവിന്റെ സ്നേഹം എങ്ങനെയുണ്ട്? ആലയം ശൂന്യമായി കിടക്കുമ്പോഴും ആ പൊയ്ക്കോട്ട് പോകുന്നതിൽ പോകട്ടെന്ന ചിന്തയാണോ? ഇല്ല, എന്തെങ്കിലും ചെയ്യണം, ദൈവകാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു കൊതി നമ്മളെ കയറി പിടിക്കാറുണ്ടോ? നെഹമ്യാവിന്റെ ഉള്ളം കത്തി അത് കേട്ടപ്പോൾ. That's what I was going to say next. I'm sorry. And Nehemiah could have just said, that's not my problem. He has a good life. He's living in the palace, working for the king. He could have, he's set. But instead, the Bible says that he wept, mourned, fasted, and most of all, he prayed. ശ്രദ്ധിക്കണം. പാസ്റ്റർ മുമ്പ് പറഞ്ഞെങ്കിൽ പോലും അവൻ നോക്കൂ, വിഷയം കേട്ടപ്പോൾ കേട്ടു, കഥ കേട്ടു, അങ്ങനെയാണോ, കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു പോവല്ല. അവന്റെ ഉള്ളം വല്ലാതെ തേങ്ങി. ഇവിടെ പറയാം, അവൻ കരഞ്ഞു, വ്യക്തിയിരുന്നു, ഏങ്ങലടിച്ചു, ആരോടും പൊട്ടിക്കരഞ്ഞു. അവൻ ഉപവസിച്ചു. ഇന്ന് പകല് നമ്മുടെ ചർച്ചിന്റെ അവസ്ഥ ശോഷിച്ചതാണെന്ന് കാണുമ്പോൾ എപ്പോഴും പൊട്ടിക്കരയാൻ, നമുക്കിരിക്കണം, ഒന്ന് കരയണം, പ്രാർത്ഥിക്കണം എന്ന് പറയാൻ, ഒന്ന് ജനത്തെ വിളിച്ചു കൂട്ടാന് നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴെങ്കിലും കത്തൽ വ്യാപരിക്കാറുണ്ടോ? അതോ സാമട്ടിലായിട്ട് നാം പോവുകയാണ്? കാരണം വേല പുറത്ത് വളരെ ഉണ്ട്. ശത്രു കത്താൻ സമ്മതിക്കാതെ പിടിച്ചൊതുക്കിയിട്ടേക്കുക. നോക്കൂ, അവൻ സ്വന്തം ഈ നെഹമ്യാവിനെ നിലനിർത്തണം. അവൻ ഈ കഥ കേട്ടതും അവന്റെ സന്തോഷം പോയി, അവന്റെ മുഖം വാടി, അവൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അവൻ ഉപവസിച്ചു, നാളുകൾ ദിവസം ഉപവസിച്ചു. ഇന്ന് പകൽക്കാലം അവൻ നെഹമ്യാവിനെ നോക്കുവാൻ പരിശുദ്ധാത്മ പറയുകയാണ്. And that's the first sign of someone who seeks God's strength. They bring their burden to him first. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദൈവത്തിൽ ബലം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ സങ്കടങ്ങൾ കൂടി പോകുമ്പോൾ, അവനെ മനസ്സിനെ ഉലട്ടുന്ന വേദനകൾ അവനെ അലട്ടുമ്പോൾ, ഒന്നാമത്തെ കാര്യം ഒരു ഭക്തൻ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ അവൻ ബലം കണ്ടെത്തും. അവൻ ഓടി വന്നു, ഉപവസിച്ചു. കേരളത്തിൽ കൂടെ അത് കേൾക്കാനിടയായി. ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് കേണു, കർത്താവേ എന്നെ സഹായിക്കണമേ, അവസ്ഥകൾക്ക് മാറ്റം വരുത്തണം, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവന് പോവില്ല. അവൻ ചെയ്യാൻ പറ്റുന്നവന്റെ അടുക്കലേക്ക്, ബലമുള്ളവന്റെ അടുക്കലേക്ക്, മഹത്വം, അവന്റെ നാമത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട്, നമ്മളെ കേട്ടല്ലോ ചുരുച്ചിൽ നിന്ന് മഹത്വം കണ്ടുകൊണ്ട് അവൻ ഓടി. അവന്റെ വെക്കേഷൻ എടുത്തു. അവൻ ടൂറ് കാണാൻ പോയില്ല, അവൻ സൈറ്റ് സീയിങ്ങിന് പോയില്ല, പറഞ്ഞു ഉപവസിക്കാം. അവൻ ഉപവസിച്ചു, അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു, ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തോ വിഷയം, അവനെല്ലാം കരയുടെ യാതൊരു കാര്യമില്ല, പ്രശ്നമില്ല. പക്ഷേ ആലയം ഇടിഞ്ഞു പൊളഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ, അവൻ ദൈവപ്രവൃത്തിയില് ശക്തിയില്ലെന്ന് കേട്ടപ്പോൾ, അവൻ ഉപവസിക്കാനും കരയുവാനും ബലം വരുന്നിടത്തേക്ക് ഭാരം കൊണ്ട് ഇറക്കി വെക്കാനും അവനെ കൊണ്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, Nehemiah wasn't strong. In fact, the very reason he begins to pray is because he feels weak. He has no authority to fix Jerusalem, no building team, and no resources, and no idea on how to move forward. On all he has is just this burden. ശ്രദ്ധിക്കണം, നെഹമ്യാവ് വളരെ വീക്ക്. അവൻ അറിയത്തില്ല, അവൻ ഇതുവരെ ഒരു പ്രോജക്റ്റ് ലീഡ് ചെയ്തിട്ടില്ല, അവൻ ഇതുവരെ ഒരു കിങ്ഡത്തെ ലീഡ് ചെയ്തിട്ടില്ല, അവൻ ഇതുവരെയും പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെ ടീം വിളിച്ച് കൂട്ടണമെന്ന് അറിയത്തില്ല, അവന് വലിയ കൂട്ടുകാരുടെ ശൃംഖലകളുമില്ല, അവന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നവനുമായിരുന്നില്ല.
അവൻ ഏകനായിരുന്നു, കംപ്ലീറ്റ്ലി വീക്കാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല, ഗൈഡൻസ് തരാൻ ആരുമില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. രാജാവിന്റെ അടുക്ക പോയി ചോദിക്കാൻ ഒന്നും അവൻ അറിയത്തില്ല, യാതൊന്നുമില്ല. ആകപ്പാടെ രാജാവിന്റെ അടുക്ക ഒരു ജോലി ഉണ്ടെന്നല്ലാതെ. പക്ഷെ ആലയത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിവില്ലാത്തവനാണെങ്കിലും ഏറ്റവും വീക്കാണ്. നമ്മൾ പലപ്പോഴും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ അവൻ മാറിപ്പോകില്ല. അവൻ കഴിവില്ലെന്ന് അവൻ അറിയാം, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തെന്നറിയാം. ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് അവന്റെ സന്നിധിയിൽ വന്ന് പൊട്ടിക്കരയാനും ഏങ്ങലടിപ്പാനും ആ ഭാരം ഇറക്കി വെക്കുവാനും ഉപവസിപ്പാനും ദൈവത്തോട് സഹായം ചോദിപ്പാനും അവൻ അവനങ്ങളെ തുറന്ന്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യാൻ അറിവില്ലായിരിക്കാം, എന്ത് ചെയ്യണം ഈ സാഹചര്യത്തിൽ അറിവില്ലായിരിക്കാം. പക്ഷെ ഉള്ളത്തിനൊരു കത്തല്, ദൈവമേ ആലയം നിറയണേ, ആത്മാക്കളെ നിറയണേ, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണേ, ഒത്തിരി പേർക്ക് സുവിശേഷം പറയണേ, അനേക ഭവനങ്ങൾ കയറണേ, ഇല്ലെങ്കിൽ കൂട്ടായിട്ട് വരാൻ തന്നെ പോകാൻ മടിയാണെങ്കിൽ ഒരാളെ കൂടി വിളിച്ചുകൊണ്ട് പോകണേ. ഒരു കൊതി നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഓടി വന്ന് ഉപവസിപ്പാൻ, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, ഇല്ലെ സഭയായിട്ട് നമുക്ക് വിഷയത്തിൽ ഉപവസിക്കാമെന്ന് പറഞ്ഞിരിക്കത്തക്കവണ്ണം ഒരു കൊതി നമ്മുടെ ഉള്ളത്തിൽ നാളുകളിൽ വ്യാപരിക്കട്ടെ. നോക്ക്, നെഹമ്യാവ് പ്രശ്നം താൻ ബലഹീനനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് അവന്റെ ഭാരം അവൻ ദിവസത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. And we see this in Nehemiah chapter 1, where he pours his heart out in prayer. He confesses the sins of his people and even his own. He remembers God's promises, and he ends by asking, "Give your servant success today." നിങ്ങൾ കേൾക്കും, ആ 1-ാം അധ്യായം 4-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഹനാനി വന്ന് അവൻ അവസ്ഥയിൽ അവൻ കേട്ടപ്പോൾ അവിടെ പറയുന്ന ഇങ്ങനെ, അവൻ എന്നോട് പറഞ്ഞത് പ്രവാസത്തിൽ നിന്ന് ഹനാനി പറഞ്ഞു, അവൻ നെഹമ്യാവിനോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു. അവിടെയുള്ള ജനം കഷ്ടത്തിലാണ്, വിശ്വാസികൾ കഷ്ടത്തിലാണ്. അവർ ബ്രോക്കൺനെസ്സിൽ കൂടെ പോകുക, ഫാമിലീസ് തകർന്നു കിടക്കുക, രോഗം മനുഷ്യരെ കയറി പിടിച്ചിരിക്കുക. വിശ്വാസികൾ പലരും രോഗമാ. ഇത് കേട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകാറുണ്ടോ? ഇവന്റെ ഉള്ളിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നോക്കണം, വാക്യം 4, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. ഇന്ന് പകല് നമ്മുടെ കൂട്ടത്തിൽ ഒരാള് അവൻ കഷ്ടങ്ങളിൽ കൂടി, ക്യാൻസർ രോഗത്തിൽ കൂടി, അല്ലെ കുടുംബഭാരങ്ങൾ കൂടി പോകുന്നു കേൾക്കുമ്പോൾ ഇരുന്നൊന്ന് കരയാൻ ഒരു മനസ്ഥിതി ഉണ്ടോ? അതോ സെൽഫ് സെന്റേഡ് ആയിട്ട് എന്റെ ഭാരവുമായിട്ട് ഓടുകയാണോ? എന്നാൽ ഈ മനുഷ്യൻ നോക്കണം, ഈ വർത്തമാനം കേട്ടപ്പോൾ 4-ാമത്തെ വാക്യം നെഹമ്യാവ് 1:4, ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകൾ താഴേക്ക് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലും സ്പിരിച്വൽ മൂവ് ദി ലോർഡ് ഇല്ലാതെ വരുന്നു എന്ന് കാണുമ്പോൾ കരയാൻ, നെഹമ്യാവിനെ പോലെ ഇടവിൽ നിൽക്കുവാൻ, അവൻ നെഹമ്യാവിനെ പോലെ അവൻ ചലഞ്ച് ചെയ്യാൻ, അവൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. So eventually God opened a door for Nehemiah. The king grants him permission to go back to Jerusalem and rebuild. But things don't get easier. That's when the opposition starts. പ്രിയമുള്ളവരെ നോക്കണം, കേല് പറഞ്ഞ പോലെ ഉപവസിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപവസിച്ച് ദൈവത്തോട് അവന്റെ ആവശ്യങ്ങളും ഭാരമെല്ലാം പറഞ്ഞു. കർത്താവേ, ഈ മനുഷ്യൻ രാജാവിനോട് പറയാൻ പേടിയാ, പോയി പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രോബ്ലം. ചുമ്മാ പോയി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, ചോദിക്കാതൊരു കാര്യം മിണ്ടാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞു, ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ഫേവർ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് രാജാവിന്റെ അടുത്ത് പോകുമ്പോൾ എത്ര ചിരിക്കാൻ നോക്കിയിട്ട് മുഖത്ത് ചിരി വരുന്നില്ല. തന്റെ രോഗമല്ലെന്ന് ഓർക്കണം, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇൻ ദിസ് ഹോം. തന്റെ മക്കളുടെ പ്രശ്നമല്ലെന്ന് ഓർക്കണം, തന്റെ ഭാര്യയുടെ പ്രശ്നമല്ല, തന്റെ ഫാമിലി പ്രോബ്ലം അല്ല. നമ്മുടെ മുഖം മാറുന്ന എപ്പോഴാ? നമ്മുടെ വീട്ടിൽ പ്രശ്നം വരുമ്പോഴാ. ഇവൻ നോക്കണം, ആലയം ദൈവവേല തകർന്നു കിടക്കുന്നു കണ്ടപ്പോൾ അവന്റെ മുഖം ഭയങ്കരമായി തേങ്ങുകയാ. രാജാവിന് വെക്കേഷൻ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴും അവന്റെ മുഖം അവൻ വളരെ സാഡാ. കൊടുക്കും ട്രൈ ചെയ്യുന്നുണ്ട് അവന് മറയ്ക്കാൻ, പക്ഷെ പറ്റുന്നില്ല. രാജാവ് നോക്ക്, പ്രാർത്ഥനയോടാ പോകുന്നത്. രാജാവ് അത് ശ്രദ്ധിച്ചു. അവൻ ചോദിച്ചു, എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? അവൻ സ്വന്തം ചെയ്യുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം രാജാവ് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു? അവൻ പറഞ്ഞു, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. അവൻ രാജാവ് പറഞ്ഞു, അവൻ എന്ത് വേണം കാര്യങ്ങളൊക്കെ ചോദിച്ചു. എപ്പോ വരുമെന്ന് ചോദിച്ചു. ഇമ്മീഡിയറ്റ് ഗ്രാൻഡ് ചെയ്യുക. നോക്കണം, നീ ഉപവസിച്ച്
സഭയെ നിനക്ക് നയിക്കാൻ അറിയില്ലായിരിക്കും, ഒന്നും ചെയ്യാൻ അറിയില്ലായിരിക്കാം. പക്ഷെ ചർച്ചിനോടുള്ള സഭ നമ്മുടേതല്ല, കർത്താവിന്റെ സഭയാ. അതിനെക്കുറിച്ചൊരു ഭാരം വന്ന് നീ കരയുമ്പോൾ കർത്താവെ വാട്ട് ഷാൽ ഐ ഡു, ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് തകരുന്നു പുറത്ത്, വി ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ആ മനസ്സ് ബർഡൻ വെച്ച് നീ പ്രാർത്ഥിച്ചിട്ട് ചുവട് വെക്കുമ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യും ഡോർ. നീ പോലും ചിന്തിക്കാത്ത ഡോർ നീ തന്നെ പലതും തുറക്കാൻ നോക്കി. ഇറ്റ് വോണ്ട് ഹാപ്പൻ. നീ ദിവസം പോയി തുറന്നിട്ട് അവൻ അടുത്തവർ കാണുക, പോകാനുള്ള പെർമിഷൻ കിട്ടി അവൻ പോകുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തീർന്നില്ല. അവൻ ജെറുസലേമിലെത്തി, കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ വീണ്ടും ഒബ്സ്റ്റക്കിൾസ് വരികയാണ്. ഒരു കാര്യം പറഞ്ഞു, പിശാചിന് ഇഷ്ടമല്ല നീ ദൈവത്തിന് വേല ചെയ്യുന്നത്. ഒരുപക്ഷെ എന്റെ വീട്ടിൽ ഡെലിവറി സമയം വരും, നീ സ്റ്റെപ്പ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പോയി കുടുംബമായിട്ട് പോവുകയായിരിക്കും. അങ്ങനെ ഉണ്ടൊരു ആ ചെല്ലുന്ന ഇടത്ത് പ്രോബ്ലംസ് ശത്രുവിനെ ഉയർത്താം. പക്ഷെ നീ ഗീവപ്പ് ചെയ്യല്ലേ. അതാണ് കണ്ടു. യെരൂശലേമിൽ അവൻ ഓടിയെത്തി, ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് വഴി തുറന്നു, രാജാവിന് ഫേവർ കൊടുത്തു. വന്നെങ്കിലും വീണ്ടും പ്രോബ്ലത്തെ നെഹമ്യാവ് ഫേസ് ചെയ്യുകയാണ്. He notices enemies rising up, mocking, threatening, and trying to stop the work. But Nehemiah doesn't respond with intimidation or violence. Instead, he responds with prayer. ദൈവമംഗലമേ, ദൈവജനമേ ഓർക്കണം, നെഹമ്യാവ് യെരൂശലേമിലെത്തി. പണിയൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അനേകര് അവനെ പരിഹസിക്കാൻ എഴുന്നേറ്റു. ഒരു കുറുക്കം വന്ന് കയറിയാൽ ഈ മതിൽ എന്ത് ചെയ്യും, ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. അനേകർ പറഞ്ഞു ആക്രമിക്കാൻ വരും, ഞങ്ങൾ രാജാവിനെതിരെ എഴുതും. അവൻ ഓരോ വാക്കുകൾ കൊണ്ടും അവന്റെ സ്ട്രെങ്തിനെ, അവന്റെ ഫോക്കസിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നോക്കി. ഇതിലൊന്നും നെഹമ്യാവ് പതറിയില്ല. അവൻ പ്രാർത്ഥനയാൽ എല്ലാ സങ്കടങ്ങളും ആ ഉന്നതനായി നമ്മൾ കേട്ടു. ആ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ആ ദൈവത്തോടാണ് നെഹമ്യാവ് എല്ലാം പറയുന്നത്. ഫ്രണ്ട്സിനോടൊന്നുമല്ല പറയുന്നത്, ദൈവത്തോട് പറഞ്ഞ്, ദൈവത്തോട് ശക്തി ചോദിച്ച്, ദൈവത്തോട് ഗൈഡൻസ് ചോദിച്ച്, ആ സകല പ്രപഞ്ചത്തെയും ആകാശത്തിൽ അവന്റെ മഹത്വം വിരിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞ് അതിൽ നിന്ന് അവൻ ജയം നേടുവാനായിട്ട് നമുക്ക് കാണാൻ കഴിയും. And he doesn't pray just once, he keeps praying over and over again. And there's a total of 14 prayers in total. പ്രിയമുള്ളവരെ, നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കണം. ഒറ്റവട്ടം ഒരു പൊതുപ്രാർത്ഥന മറിച്ച് നിർത്തുകയല്ല. നമ്മളൊക്കെ ഒറ്റവട്ടം പറയാം കർത്താവേ നിങ്ങൾ ചെയ്യണേ പറയുമ്പോ 14 വട്ടം നെഹമ്യാവ് ആ ചെറിയ പുസ്തകത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാണാം. ജീവിതത്തിന്റെ മുമ്പിൽ ഒബ്സ്റ്റക്കിൾസ്, വേലയിൽ ഒബ്സ്റ്റക്കിൾസ്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ആ വലിയ സർവശക്തനായ ദൈവത്തിനടുക്ക പോയിട്ട് ബലത്തിന് വേണ്ടി യാചിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്ട്രെങ്ത് ചോദിക്കുന്ന നെഹമ്യാവിനെ കാണാം. 14 വട്ടം നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. And then in chapter 6, we get this quiet, vulnerable moment. His enemies are trying to discourage him and lure him into a trap to kill him. We see there is a pressure and temptation to quit, but Nehemiah simply prays, "Now strengthen my hands." പ്രിയമുള്ളവരെ, അവസാനം സൻബല്ലത്തും തോബിയാവും ആദ്യമായിട്ടുള്ള സകല ശത്രുക്കളും ഒരുമിച്ച് കൂടി. അവർക്കൊക്കെ ഹൈ പ്ലേസസില് പിടിപാടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അവനെ ഷ്രൂഡ്നെസ്സിൽ കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവനെ കൊല്ലാൻ വേണ്ടി ട്രാപ്പ് പണയുമ്പോൾ അവനറിയാം they are trying to kill him. അവനെ കൊല്ലാൻ, തകർക്കാൻ അതറിഞ്ഞു. സാധാരണ നമ്മളൊക്കെയാണ് അങ്ങനെ ഒന്ന് കഴിഞ്ഞ് പക്ഷെ വീണ്ടും വീണ്ടും മാറാതെ പ്രശ്നം കഴിയുമ്പോൾ ഇനി എന്തിനായി വേല വേണ്ടാന്ന് ഇട്ടേച്ചെന്ന് പോകും. അവൻ വേല ഇട്ടേച്ചു പോകുകയല്ല, ദൈവത്തിൽ ബലം കണ്ടിട്ട് ഓടി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ എനിക്ക് ശക്തി തരണമേ, നിൽക്കാൻ ശക്തി തരണമേ, ഇട്ടോടാനിടയാകല്ലേ. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവനെ വശീകരിച്ച് ഒരു സ്ഥലത്ത് അവൻ കൊണ്ടുവന്ന് കൊല്ലാനായിട്ട് പദ്ധതിയിടുമ്പോൾ അവൻ വേല ഇട്ടേച്ചു പോകുകയല്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ വീണ്ടും ശക്തിക്ക് വേണ്ടി യാചിക്കുകയാണ്. And it wasn't a long speech and nothing dramatic. He knew his limits and knew who and where to turn to. പ്രിയമുള്ളവരെ, അവന് വലിയ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളും ഒന്നും അവൻ ചെയ്യുന്നില്ല. അവൻ വലിയവനാണെന്നോ വലിയ ശക്തിയുള്ളവനാണെന്നോ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അവന്റെ കഴിവ് എന്താണെന്ന് അറിയാം, അവന്റെ പരിമിതികൾ എന്താണെന്ന് അറിയാം. ഞങ്ങൾ നല്ലൊരു നിശ്ചയമാ എവിടെ ശക്തിക്ക് വേണ്ടി തിരയണം, ആരോട് ചോദിക്കണം. കൂട്ടുകാരോട് നിങ്ങൾ നോക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ഓർത്തോണെ, ആദ്യം യെരൂശലേമിൽ ചെല്ലുമ്പോൾ ആരോടും മിണ്ടാതെ അവൻ ഒരു ആളെക്കൂടെ വിളിച്ച് അവൻ ചുറ്റും പോയി നോക്കുകയാണ്. ആരോടും ഒരു കാര്യവും പറയത്തില്ല, ദൈവത്തോട് മാത്രം പറയുക മാത്രമേ. പോയി ആലയത്തിന്റെ ശൂന്യത അവൻ കണ്ട് ചുറ്റും പോയി കണ്ടു. എപ്പോഴും കണ്ണ് തുറന്നിരുന്നു ദൈവവേലയ്ക്ക് വേണ്ടി. എവിടെ നീട്, എവിടെ പണിയണം. ദൈവമക്കളെ, നിങ്ങളെ ഒരു കൂട്ടായ്മയിലാക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറന്നു, കർത്താവേ എവിടെ നിന്റെ ആലയത്തെ പണിയാൻ, എവിടെ, വാട്ട് ഷാൽ ഐ ഡു. അവൻ സ്വന്തം ആ ഒരു കൊതി. അങ്ങനെയാണ് നെഹമ്യാ പ്രശ്നം വരുമ്പോ കൂട്ടുകാരെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നേക്കാളുപരി അവൻ തന്നെ താൻ പോയി അത് കണ്ടിട്ട് വിഷയങ്ങൾ ദൈവത്തോട് എപ്പോഴും അവന്റെ സംസാരം, അവന്റെ അഡ്രസ്സിംഗ് ദൈവത്തോട് ആ സ്ട്രെങ്ത്. ഒരു കാര്യം ഓർക്കണം, വിശുദ്ധ ജീവിതം നയിക്കണേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാന്നുള്ളതാ വിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തല്ല, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന വിശുദ്ധി. അങ്ങനെ ഇഷ്ടത്തിൽ ജീവിക്കണമെങ്കിൽ എപ്പോഴും അവനോടൊരു അവന്റെ സ്ട്രെങ്തിലോട്ട് ടാപ്പ് ഇൻ ചെയ്യണം.
എപ്പോഴും നീ ക്ഷീണിക്കുമ്പോൾ കഴിവില്ലെന്ന് തോന്നുന്നു കർത്താവേ ബലം തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് നെഹമ്യാവ് എപ്പോഴും ചെയ്തത്. അവന്റെ വലിപ്പമല്ല, അവനെപ്പോഴും ദൈവത്തിനടുക്കൽ ഭാരം കൊണ്ടുവന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവൻ ബലം പ്രാപിച്ചിരുന്നു. And that's what makes Nehemiah such a powerful example for us as we wrap up this month's theme. പ്രിയമുള്ളവർ, ഈ മാസം തീരുകയാണല്ലോ. ഈ 2 ദിവസം കഴിയുമ്പോൾ മാസം തീരും. ഈ മാസത്തിന്റെ ദൂത് നമ്മൾ പര്യവസാനിക്കുമ്പോൾ ശക്തി എന്നൊരു കാര്യം തീരുന്നില്ല. ഒത്തിരി ആഴമേറിയ എത്ര നാളുകൾ പ്രസംഗിച്ചാലും തീരത്തില്ല. പക്ഷേ ഇത് കടശ്യ ദൂതായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ മാസം ശക്തി, ബലം, എന്തിന് വിശുദ്ധി നിൽക്കാൻ, ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ദൈവബലം വേണമെന്നുള്ള ദൂത് വളരെ മനോഹരമാണ്. നെഹമ്യാവിന്റെ ചിന്ത നാം ചിന്തിക്കുന്നത്. കാരണം ഈ മാസം ആ ദൂത് നമ്മൾ പര്യവസാനിപ്പിക്കുമ്പോൾ ആ നെഹമ്യാവ് വലിയ ഉന്നതനൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും എപ്പോഴും ബലത്തിന് വേണ്ടി ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിച്ച് ബലം ഏറ്റെടുത്ത് അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ജയത്തോട് ചെയ്ത ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. അത് ഈ മാസത്തിന്റെ ദൂത് അവസാനിപ്പിക്കാൻ വളരെ മനോഹരമായ വചനമാണ്. We don't always get to rebuild walls in peace. Some of us are rebuilding broken homes, broken habits, broken hope, and we're doing it while still showing up to school, work, and family, while dealing with resistance from others or from within. പ്രിയമുള്ളവരെ, ഒരു വേള എല്ലാവരും മതില് പണിയാനായിട്ട് ഇടയായിരിക്കത്തില്ല നെഹമ്യാവിനെ പോലെ. പക്ഷെ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം പണിതുകൊണ്ടിരിക്കുന്നവരാ ജീവിതത്തില്. ചിലർ കുടുംബം പണിയാൻ, തകർന്ന കുടുംബങ്ങൾ പണിയാൻ നോക്കുന്നവരാകാം. ചിലർ തകർന്ന കുഞ്ഞുങ്ങളെ പണിയാൻ നോക്കുന്നവരാകാം. ചിലർ തകർന്ന ബന്ധങ്ങൾ പണിയാൻ നോക്കുന്നവരാകാം. ചിലർ തകർന്ന ക്രിസ്തീയ ജീവിതം പണിയാൻ നോക്കുന്നവരാകാം. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ, ചിലർ പഠിത്തത്തെ സ്വന്തമൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാകാം. അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സ് വെച്ച് പോകുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, ശത്രു നിങ്ങളുടെ ഗമനത്തെ മുമ്പോട്ട് പോകാൻ സമ്മതിപ്പിക്കാത്ത രീതിയിൽ വളരെ മെസ്സപ്പായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി ശത്രു നോക്കും. അവിടെയൊന്നും ഗിവപ്പ് ചെയ്യാതെ ബലം തരുന്ന ദൈവത്തിലോട്ട് നോക്കി ബലം ഏറ്റെടുത്ത് ഇന്ന് പകൽ നിങ്ങൾ എന്ത് സംരംഭത്തിലേറ്റിരിക്കുന്നോ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ പണിയാനാണോ, നിങ്ങളുടെ ആത്മീയ ജീവിതം പണിയാനാണോ, അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് വെച്ചു കടന്നു വരുമ്പോൾ ആ ദൈവത്തിലേക്ക് ബലം ഏറ്റെടുത്ത് നമ്മുടെ പഠനങ്ങളുടെ മധ്യത്തിൽ മറ്റു കാര്യങ്ങള് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങള് ചെയ്ത് മുന്നേറുവാൻ നമുക്ക് ബലമില്ലാതിരിക്കുമ്പോൾ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി ബലവും ധൈര്യവും പ്രാപിക്കാം. Nehemiah shows us that holiness isn't reserved for the strong. It's built in people who know how to see. പ്രിയമുള്ളവരെ, നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വിശുദ്ധി എന്ന് പറയുന്നത് ബലവാന്മാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. അവനെ തിരയുന്ന, അവങ്കിലേക്ക് മാത്രം ശക്തിക്ക് വേണ്ടി നോക്കുന്ന ഏതൊരു ഭക്തനും ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത്. അവങ്കൽ ആശ്രയിക്കുന്നവർ ആ ബലമേറ്റെടുത്ത് വിശുദ്ധിയിൽ ജീവിതത്തെ തികച്ച് ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുമെന്ന് നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്നു. He didn't just see God's strength once, but over and over again throughout the book. He stops to pray when he's insulted, when he's threatened, and when he confronts injustice. He prays. പ്രിയമുള്ളവരെ, ഒരു വട്ടമല്ല നെഹമ്യാവ് ഗിവപ്പ് ചെയ്യുന്ന അവസ്ഥകൾ എത്തിയത്. പല വട്ടങ്ങൾ കടന്നു വരുമ്പോൾ അവൻ വിട്ടിട്ട് ഇനിനെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ് പോകുകയില്ല. കൂടെ നിൽക്കുന്നവരൊന്നും സഹായിക്കാതെ വരാന്നപ്പോൾ അവൻ വലിച്ചെറിഞ്ഞില്ല ദൈവത്തിന്റെ വില. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ചില സമയത്ത് അവൻ ഡെഡ് എൻഡിൽ പോയി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളിൽ അവൻ ദൈവത്തിൽ ശരണം വെച്ചിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തിൽ നിന്ന് മാത്രം സ്ട്രെങ്തനിങ് ചെയ്ത് അവൻ ഓരോ തടസ്സങ്ങളെയും ഓവർകം ചെയ്തു. അവൻ നിന്ന സഹിച്ചപ്പോൾ, പരിഹാസം സഹിച്ചപ്പോൾ, ഒറ്റപ്പെടലുകൾ സഹിച്ചപ്പോൾ, അവന്റെ വഴികളെ അടയാൻ ശത്രുക്കള് പലതും നോക്കിയപ്പോൾ, അവനെ കൊല്ലാൻ പലതും നോക്കിയപ്പോൾ വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ശക്തി ഏറ്റെടുത്ത് അവൻ ദൈവം അയച്ച ശുശ്രൂഷ തികച്ചു മുന്നേറുവാൻ നെഹമ്യാവിനെ കൊണ്ട് കഴിഞ്ഞു. Every time the burden gets heavy, he goes to the source of strength. And what's beautiful is that Nehemiah didn't stop praying once the Jerusalem wall was rebuilt. In fact, some of his hardest work came after the construction was done. പ്രിയമുള്ളവരെ, നോക്കണം, പ്രശ്നങ്ങൾ വന്നപ്പോൾ നെഹമ്യാവ് ഗിവപ്പ് ചെയ്തില്ല. എപ്പോഴും അവന്റെ ശക്തിയുടെ സ്രോതസ്സിലേക്ക് അവൻ ചെന്നു. അവന്റെ ശക്തിയുടെ സ്രോതസ് കർത്താവായിരുന്നു. എപ്പോൾ വന്ന സങ്കടങ്ങൾ വരുമ്പോഴും, എപ്പോൾ അവൻ വീക്കാണ് തോന്നുമ്പോഴും പോയി കർത്താവെ സഹായിക്കണമേ, കർത്താവെ കാണണമേ, കർത്താവെ ഓർക്കണമേ എന്നെപ്പോഴും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, നെഹമ്യാവ് ആ മതില് പണിതപ്പോൾ അവന്റെ വേല നിർത്തിയില്ല. തുടർന്നും
അതിനുശേഷമാണ് ഒത്തിരി കാര്യങ്ങൾ നെഹമ്യാവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ പലപ്പോഴും തുടങ്ങിയത് ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം. അനേകില്ല തുടങ്ങി ഞാൻ ഫിനിഷാക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുമ്പോൾ ഇല്ല, തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും ക്രിസ്ത്യൻ ജീവിതത്തിലെ യാത്ര റിട്ടയർ ചെയ്യുന്ന യാത്രയില്ല. ലാസ്റ്റ് മൊമെന്റ് വരെ, ലാസ്റ്റ് ബ്രത്ത് ബ്രീത്ത് ചെയ്യുന്ന വരെ, കർത്താവിന്റെ താമസമാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് വരെ യേശുവിന്റെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അത് റിട്ടയർമെന്റ് ജീവിതമേ അല്ല. ഏത് നേരവും വിശ്വാസം നിൽക്കാൻ നോക്കൂ. മതിൽ പണിതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ നെഹമ്യാവ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ആ വചനത്തിൽ, ആ ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. If we look at chapter 13, he's still fighting for spiritual integrity of the people. They had begun to compromise again, neglecting the Sabbath, tolerating idol, forgetting their identity. And instead of giving up or lashing out, Nehemiah keeps turning to God saying, "Remember me, strengthen me, and show mercy." പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കുമ്പോൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ മതിലൊക്കെ പണിതു, കാര്യമൊക്കെ വിക്ടോറിയസ് ആയി, എന്നിട്ടോ നിർത്തുന്നില്ല. അന്നേരം ജനം വീണ്ടും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ വിശ്വാസം അഴിഞ്ഞു, വിഗ്രഹാരാധനകൾ കയറി, ചൂഷണങ്ങൾ വർദ്ധിച്ചു. ഇതൊക്കെ നടക്കുന്ന കാണുമ്പോൾ അവൻ വിട്ടുകളയാൻ കൂട്ടാക്കുന്നില്ല. അവൻ ആ വിഷയങ്ങൾ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, കർത്താവെ എന്നെ ഓർക്കണമേ, കർത്താവെ എന്നെ സഹായിക്കണമേ, ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവനെ തന്നെ ഒരു നവോത്ഥാരണത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു, ഒരു നവീകരണത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ നോക്കൂ, പ്രവാസത്തിൽ കിടന്ന ജനത്തെ മടക്കി കൊണ്ടുവന്ന് ദൈവവഴികൾ ജീവിക്കുവാൻ, എന്റെ അസൈൻമെന്റ് തീർന്നു കൊണ്ട് ഇട്ടേച്ചു പോകുകയല്ല. അവൻ ദൈവസഭയെ, ദൈവാലയത്തെ അതിന്റെ ഉന്നതിയിൽ വചനത്തിൽ നിലനിർത്താൻ ആ മനുഷ്യൻ എപ്പോഴും എത്തിച്ചിരുന്നു. അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആ ഭാരം ദൈവത്തിൽ എത്തിച്ചു നമുക്ക് കാണുവാനായിട്ട് കഴിയും. And that's what holiness looks like. It is a continual dependence, a heart that keeps returning to God no matter how hard the work or how many times we may fail. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്താ? ഞാന് പന്ന വീഡിയോസ് ഒന്നും കണ്ടില്ല, അല്ലെ ഞാൻ പാവമൊന്നും പറഞ്ഞില്ല, പാവം ചെയ്തില്ല, കള്ളം, അതല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെയും അത് ചെയ്യുവാൻ, അതെങ്ങനെ സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ട് ചെയ്യാനല്ല, അവനോട് കണക്ട് ചെയ്ത്, അവന്റെ ശബ്ദം കേട്ട്, അവന്റെ ബലം ഏറ്റെടുത്ത്, അവന്റെ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ. ഒരു കാര്യം ചെയ്ത് തീർന്നു എന്ന് പറയാതെ അവസാനം വരെയും വിശുദ്ധിയിൽ മുന്നേറത്തക്കവണ്ണം കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കാൻ, ദൈവത്തിൽ നിന്ന് ബലം ഏറ്റെടുത്തിട്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതാ പ്രിയമുള്ളവരെ വിശുദ്ധി. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി സ്വയമായ ശക്തി കൊണ്ട് ആർക്കും കഴിയുകയില്ല. എപ്പോഴും ഓരോ നിമിഷവും ദൈവത്തോടടുത്ത് വന്ന് അവനോട് പ്രാർത്ഥിച്ച് അവൻ നിന്ന് ബലം ഏറ്റെടുത്ത് നമ്മെ കൊണ്ട് ചെയ്യുവാനായി സാധിക്കണം. So how can we connect to Nehemiah? ഇന്ന് പകൽക്കാലം എങ്ങനെ നമുക്ക് നെഹമ്യാവോട് ഒന്ന് ചേരാൻ കഴിയും? Maybe you're trying to stay faithful, pure, or hopeful in a place where it's hard, and the burden feels heavier than your strength. ഒരു വേള ഇന്ന് നിങ്ങൾ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കാൻ വേണ്ടി വളരെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവൻ കർത്താവിന് വേണ്ടി വിശ്വസ്തനായി നിൽക്കാൻ, കർത്താവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ കഴിവിന് മീതെ പരീക്ഷ നേരിട്ട് നിങ്ങൾ വളയുന്ന ഒരു വ്യക്തിയാകാം. You don't have to impress God. You don't have to fix everything. Whether you're building something, battling something, or just barely holding on, God has strength for you. You don't have to do it all yourself. ഇന്ന് പകൽക്കാലം ഞാൻ മാച്ചോ മാനോ എന്നെ കൊണ്ട് എല്ലാം കഴിയുമെന്ന് നീ എല്ലാം ഫിക്സ് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ആഗ്രഹം നീ എല്ലാം ഫിക്സ് ചെയ്യാന്നുള്ളതല്ല. നീ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അപ്പന്റെ പാതവിടെ പോയി, അപ്പാ നീ കൃപ തരണേ, എന്നെ സഹായിക്കണേ, എനിക്ക് ശക്തി തരണേ. അവൻ എന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ച് നിന്ന് വിശുദ്ധനായി നിലനിൽക്കാം, നിന്നെ തള്ളി പറയാതിരിക്കാൻ. ഓർത്തോണം, എന്താണ് പാപം? വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തൊക്കെയും പാപം. എപ്പോഴാണ് നമ്മൾ ആത്മീയ പ്രചോദനം ഉണ്ടാകാത്ത, വിശ്വാസം നമ്മൾ വ്യാപരിക്കാത്തപ്പോഴാണ്. വിശ്വാസം വരുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അമിശ്രം പത്രോസം നോക്കിക്കഴിഞ്ഞാൽ ഫെയ്ത്ത് വരുമോ, ചെയ്യട്ടെ കർത്താവേ, ഞാനത് എന്തിനു ഫ്രണ്ട്, ഞാൻ നടന്നു വരട്ടെ കർത്താവേ. അത് വിശ്വാസം വ്യാപരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും പ്രശ്നം പ്രതികൂലം വിഷയമല്ല, എന്തും ചെയ്യാനൊരു ഉത്സാഹമാണ്. വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ചേതന അറ്റുപോകും, നമ്മുടെ ജീവൻ അറ്റുപോകും, നമ്മുടെ ആരാധനയ്ക്ക് ജീവൻ ഇല്ലാതെയാകും. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ എല്ലാം ഫിക്സ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ. നിന്നെ കൊണ്ട് കഴിയാതെ വരും, അപ്പാ നിന്റെ ബലമെനിക്ക് താ, നിലനിൽക്കാൻ, ജയിപ്പാൻ, മുന്നേറാൻ, അവൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ. എല്ലാം കൈപ്പായി പോകുമ്പോഴും കർത്താവിന് വേണ്ടി വിശ്വസ്തനായി നിൽക്കാൻ ആ ശക്തി താ, എന്നെ ഓർക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ നെഹമ്യാവിനെ പോലെ നമുക്ക് മുന്നേറുവാനായി കഴിയും. That's where Nehemiah reminds us that the most powerful prayer is sometimes the simplest one. Now my God, strengthen my hands. പ്രിയമുള്ളവരെ, അന്നേരം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഏറ്റവും പവർഫുൾ മൊമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനമായ അവസ്ഥയായിരിക്കും. അത് നീണ്ട പ്രാർത്ഥനയൊന്നും ആയിരിക്കത്തില്ല. ഒരു ചെറിയ പ്രാർത്ഥന, കർത്താവേ
എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, എന്റെ കൈ തളരുന്നു, ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എന്റെ കൈകളെ ബലപ്പെടുത്തണമേ. എന്റെ ദൈവമേ, പുറമോട്ട് മാറാനിടയാകൽ ഒറ്റ പ്രാർത്ഥന, എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ. നിനക്ക് വേണ്ടി വിശ്വസ്തയായി നിൽക്കാം, നിനക്ക് വേണ്ടി വിശ്വസ്തനായി നിൽക്കാം, നിനക്ക് വേണ്ടി മുന്നേറാൻ, നിന്റെ കാര്യങ്ങളെ നോക്കാൻ, നിന്റെ കാര്യങ്ങളെ ചെയ്യാൻ തളരുന്ന കർത്താവെ, ഒന്നിനും ഉത്സാഹം തോന്നില്ല. എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമേ. ആ സിമ്പിൾ പ്രാർത്ഥന അവൻ നിന്നെ ശക്തനാക്കി നിന്റെ ബലഹീനതകളിൽ നിന്ന് നിർത്തുവാനിടയാകും. And then I hope these words bless and touch your hearts. നിങ്ങൾ ഹൃദയങ്ങളെ ഈ വചനങ്ങൾ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ഈ വചനങ്ങളെ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ.